ഹലോ കൂട്ടുകാരെ, എനിക്കിത് കുറച്ച് സൂപ്പർ മീനുകൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു വങ്കട, ഇത് തെരച്ചി, അപ്പത്തെരച്ചി എന്നാണ് പറയണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, കൊള്ളാം, നല്ല ടേസ്റ്റുള്ള അപ്പത്തെരച്ചി. പിന്നെ ഒരു കൊഴുവയുടെ അങ്ങനെയുള്ള ഒരു കഷ്ണം. അപ്പോൾ നമുക്ക് അപ്പത്തെരച്ചി അങ്ങ് വയ്ക്കാം. അതിലേക്ക് വേണ്ടി ഒരു മുറി തേങ്ങ തിരുവി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് വേണ്ടി കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം, കുരുമുളക് ഇതെല്ലാം റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് തേങ്ങ ഇതുപോലെ നല്ലവണ്ണം മൂത്തതിന് ശേഷം ബാക്കി നമ്മളെ പൊടി ഐറ്റംസൊക്കെ തട്ടി നല്ലവണ്ണം നല്ല കറുത്ത ചുവപ്പ് കളറിലാക്കി എടുക്കണം. അത് കഴിഞ്ഞ് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ട് 2 സെക്കൻഡ്, ഒരു സെക്കൻഡ് പോലും ഒന്ന് വശക്കിയാൽ മതി. അതിലോട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തെരച്ചി മീനിനെ അങ്ങ് തട്ടിക്കൊടുക്കണം. അതും ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ആവശ്യമില്ല. അതെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് പോണ ഒരു ഐറ്റമാണ്. അതുകൊണ്ട് പിന്നെ അതിനെ തട്ടിയിട്ട് ഉടൻ തന്നെ നമ്മൾ ഈ കൂട്ടിനെല്ലാം അരച്ചതിലോട്ട് അടിപൊളി സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട് കാണാൻ? എന്ത് ഭംഗി! അടിപൊളിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വച്ച് നോക്കണം കേട്ടോ. സൂപ്പറെന്ന് പറഞ്ഞാൽ സൂപ്പർ. ഓഹോ, എനിക്ക് എന്നെ കൊതി വന്ന് സഹിക്കാൻ വയ്യ. നിങ്ങളെല്ലാവരും ഒന്ന് കൊതി വിട്ടുകൊണ്ടിരുന്നോ. അപ്പോൾ ഞാനിങ്ങനെ അടുത്ത് തോരൻ വയ്ക്കാൻ വേണ്ടി ക്യാരറ്റ് അരിഞ്ഞപ്പം പുറത്ത് ആരോ വന്നോ എന്നൊരു ചെറിയ സംശയം. എൻ്റെ ഒരു അടുത്ത ബന്ധു പുറത്ത് വന്നിട്ടുണ്ട് എനിക്ക് പാര വയ്ക്കാനായിട്ട്. നമുക്കങ്ങനെ അവളുടെ ആ പാര പണിയും കൂടെ ഒന്ന് കാണാം. നിങ്ങൾ കാണണം കേട്ടോ. കണ്ടിട്ട് തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ മുഖത്ത് ഫേസ് മാസ്ക് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് വഴിയെ ഞാൻ കാണിച്ചു തരും. ഞാൻ എൻ്റെ അടുത്ത എന്തോന്ന് ജോലിയടി എന്തിനു വേണ്ട മുഖത്ത് വരെ തേച്ചിരിക്കുന്നത്? നിനക്ക് വേറെ ജോലിയില്ല. ഇതാണ് ബ്യൂട്ടി ടിപ്പ്. മുട്ടയും അരിപ്പൊടിയും എല്ലാം കൂടി വാരി തേച്ചുകൊണ്ട് ഞാൻ അങ്ങ് നിൽക്കും. എന്നിട്ട് ജോലിയൊക്കെ തരുമ്പോൾ അതങ്ങ് ഉണങ്ങും. അപ്പോഴും കഴുകിക്കളയും. എന്തിനതൊക്കെ വാരി തേക്കണത്? എനിക്കൊന്നും ഇഷ്ടമായില്ല. വേറെ ജോലിയില്ല. എടി, ഇതൊക്കെ നമ്മൾ ചെയ്യണതിന് എന്തിനാണ് നിരുത്സാഹപ്പെടുത്തുന്നത്? ഒരു ചാനൽ തുടങ്ങണതും ഇതൊക്കെ ചെയ്യണതും ഓരോരോ സന്തോഷമല്ലേ? നീ അതിനെ പ്രോത്സാഹിപ്പിര്. ഞാൻ എന്തെങ്കിലുമൊക്കെ സ്ഥിരമായിട്ടിടും. എനിക്കിത് കൊള്ളാമെന്ന് തോന്നി ഞാൻ ഇടണു. മറ്റുള്ളവരെന്ത് പറയണത്? നീ ഇന്ന് കല്യാണത്തിന് പോണോ? വൈകുന്നേരം പോണോ? നാളെ പോണോ? ഇന്ന് പോണോ? അങ്ങനെ വന്ന ആൾ പോയി. ഞാനൊരു തോരന് വേണ്ടി അരിയാണ്. അവൾ നാളെ എന്നെ കല്യാണത്തിന് പോകാൻ വിളിക്കുന്നതാണ്. ഞാൻ പോവാമെന്നൊക്കെ പറഞ്ഞു ശരിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ പോയ ശേഷം ഞാൻ അങ്ങോട്ട് ചക്കപ്പുഴുക്കും വെച്ചൊരു ആഹാരം കഴിപ്പുണ്ട്. അങ്ങനെ എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോണു. നീ നാളെ വാ എന്ന് പറഞ്ഞിട്ട് അതാ തിരിച്ചു. ഞാനങ്ങനെ ചക്കപ്പുഴുക്കും തെരച്ചിക്കറിയുമായിട്ട് ഇതാ കഴിക്കാൻ പോവുകയാണ്. സത്യം സൂപ്പറെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ കൊതി വന്ന് സഹിക്കാൻ വയ്യ. ഇത് ഇനി ഇവിടെ ഇല്ല. ഇതിൻ്റെ ഒരു ബാലൻസ് പോലും കാണാനില്ല. നിങ്ങളിപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? സൂപ്പറാണ് കേട്ടോ, അടിപൊളി. എൻ്റെ ഈ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ലതികാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്വാഗതം.